ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത്. അപ്പോൾ പുതുപുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചാൽ പോകുന്നത് ഗൂഗിൾ ജെമിനിനെ കുറിച്ചാണ്. ഗൂഗിൾ ജെമിനി എന്താണെന്ന് നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും. അതായത് നമ്മുടെ ചാറ്റ് GPT നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ഒരു AI ആണ്. അതായത് നമുക്ക് എന്ത് ചോദിച്ചാലും നമുക്ക് അതിന് കൃത്യമായിട്ട് ഉത്തരം തരുന്നൊരു AI ആണ് ചാറ്റ് GPT എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഗൂഗിൾ ഇറക്കിയ ഒരു AI ആണ് നമ്മുടെ ജെമിനി എന്ന് പറയുന്നത്. നമുക്ക് ചാറ്റ് GPTക്ക് വേണമെങ്കിൽ ഒരു പകരക്കാരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റിയൊരു AI മോഡലാണ് നമ്മുടെ ജെമിനി എന്ന് പറയുന്നത്. ഗൂഗിളിൻ്റെ തന്നെയാണ്, ഗൂഗിൾ ജെമിനിയാണ്. അപ്പോൾ അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നടക്കുക. അതായത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ അതിന് കറക്റ്റായിട്ട് ഉത്തരം തരും. നമുക്ക് എന്തെങ്കിലും ലൈഫ് ഒന്ന് പ്ലാൻ ചെയ്യണമെന്ന് തോന്നി എന്തെങ്കിലും പ്ലാൻ ഒക്കെ ചോദിച്ചാൽ അത് കറക്റ്റായിട്ട് നമ്മൾ ലൈഫൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് തരും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇമേജ് വേണമെന്ന് ചോദിച്ചാൽ അത് ഇമേജ് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്തെടുത്ത് അത് ഇമേജ് ഉണ്ടാക്കി തരും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നത് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നതിന് പകരം ഇതിൽ സെർച്ച് ചെയ്താൽ കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള ഉത്തരം മാത്രമായിട്ട് കിട്ടും. അപ്പോൾ അതാണ് AI. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മുടെ ഗൂഗിൾ ജെമിനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗൂഗിൾ ജെമിനിയിൽ എന്തൊക്കെ സംഭവങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. വീഡിയോ കിടക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണത് നോട്ടിഫിക്കേഷൻ പോയി അങ്ങനെ വീഡിയോയിൽ പോകാം. ഇതാണ് നമ്മുടെ ഗൂഗിൾ ജെമിനിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ട് ഗൂഗിൾ ജെമിനി ആപ്പ്. 1 MB ആകേണ്ട സൈസുള്ളൂ, 1.2 MB ആകേണ്ട ചെറിയ സൈസുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഓപ്പൺ കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് അനിമേഷൻ സംഭവങ്ങളൊക്കെ വന്നിട്ട് ഓൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ സ്വിച്ച് ടു ജെമിനി ഫ്രം ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്വിച്ച് ചെയ്യണം. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആപ്പ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ യൂസ് ജെമിനി കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ എൻ്റെ പേര് ഇവിടെ എഴുതിക്കാനും ഹലോ സയസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചോദിച്ചാലും ഉത്തരം തരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ടോപ്പ് 5 കാർസ് ഇൻ ഇന്ത്യ അണ്ടർ 10 lakhs എന്ന് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യണം. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിനോട് ചോദിച്ചാൽ അപ്പോൾ അതിൻ്റെ ഉത്തരം തരും. അപ്പോൾ വിത്ത് ഫോട്ടോസാണ് വന്നേക്കുന്നത്. ടാറ്റ നെക്സോൺ, മാരുതി സ്വിഫ്റ്റ്, ഹ്യുണ്ടായി i20, കിയ സോണറ്റ്, ടാറ്റ പഞ്ച്. അങ്ങനെ നമ്മൾ ചോദിച്ചതിൻ്റെ കറക്റ്റ് ഉത്തരം മാത്രമായിട്ട് നമുക്ക് കിട്ടുക. അതാണ് നമ്മുടെ AIയുടെ പ്രത്യേകത. അപ്പോൾ അതാണ് നമ്മുടെ ഗൂഗിൾ ജെമിനിയിൽ. അപ്പോൾ ഈ ജെമിനിയിൽ എനിക്ക് ചാറ്റ് GPT വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഇമേജ് ക്രിയേഷനാണ്. അതായത് നമുക്ക് ഇമേജ് ഉണ്ടാക്കുമ്പോൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു രീതി അടിപൊളിയാണ്, ഇമേജ് ക്രിയേഷൻ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി ഇമേജ് ഇത് ഉണ്ടാക്കി തരും. അപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം. ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് എ ക്യൂട്ട് കിറ്റൺ, അല്ലെങ്കിൽ ജസ്റ്റ് പപ്പി കൊടുക്കാം. ഷീറ്റ്സു പപ്പി എന്ന് കൊടുക്കാം. അപ്പോൾ ശരിക്കും ഞാൻ നാളിത് ചെയ്ത് നോക്കിയത്. അപ്പോൾ ശരിക്കും നമ്മൾ ഒറിജിനൽ പപ്പീനെ കാണുന്ന രീതിയിലുള്ള പോലത്തെ ഫോട്ടോസ് ഇത് ഉണ്ടാക്കി തരും. അപ്പോൾ ഇവിടെ ക്രിയേറ്റിംഗ് യുവർ ഇമേജ് വിത്ത് ഇമേജ് ആൻഡ് 3 എന്നുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. കണ്ട, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോ. ഇത് നമ്മൾ ശരിക്കും AI വെച്ചുണ്ടാക്കിയ ഫോട്ടോ ആണെന്ന് തോന്നില്ല. അങ്ങനത്തെ കിട്ടില്ല ഫോട്ടോസാണ് ഈ ഒരു ജെമിനിയിൽ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അത്രയും പെർഫെക്ഷനാണ് ഫോട്ടോയുടെ കാര്യത്തിൽ. ബാക്കി എല്ലാ സംഭവങ്ങളും അടിപൊളി തന്നെയാണ് നമ്മുടെ AI വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് 1 more എന്ന് കൊടുക്കുക. അതായത് ഇതേപോലെ ഒരു ഫോട്ടോയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ ഉണ്ടാക്കുന്ന കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ജെമിനി ഇഷ്ടമായത്. ബാക്കി സംഭവങ്ങളും കൊള്ളാം. AI യൂസിങ് കുറേ സംഭവങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ. കുറേ സംശയങ്ങൾ ഇതൊക്കെ ഉത്തരം കിട്ടും. അപ്പോൾ അതായത് നിങ്ങൾക്ക് നോക്കിയാണ് ഇതാണ് ഫോട്ടോ, എന്ത് ഒറിജിനാലിറ്റിയാന്ന് നോക്കി ശരിക്കും നമ്മൾ DSLR ഒക്കെ വെച്ച് ഒരു പപ്പിയുടെ ഫോട്ടോ എടുത്താൽ പോലെ തോന്നും, അത്ര ഒറിജിനാലിറ്റിയാണ്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, മുകളിൽ ഡൗൺലോഡ് കൊടുത്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൂഗിൾ ജെമിനി. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ്. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ അപ്പോൾ അതിൻ്റെ ഉത്തരം മാത്രമായിട്ട് അത് തരും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ.